പുനലൂർ മുതൽ കൊട്ടാരക്കര വരെ ദേശീയപാതയിലൂടെ കഴിഞ്ഞ ദിവസം രാത്രി യാത്ര ചെയ്തവർ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. പുനലൂർ കോട്ടവട്ടത്ത് നിന്ന് കൊല്ലം ഭാഗത്തേക്ക് വരികയായിരുന്നു പുനലൂർ സ്വദേശി സാംകുട്ടി. യാത്രയ്ക്കിടെ കാറിന്റെ ടയർ പഞ്ചറായി. ഇത് പരിഗണിക്കാതെ സാംകുട്ടി അമിത വേഗത്തിൽ യാത്ര തുടർന്നു. ടയർ പൂർണ്ണമായും റോഡിൽ അരഞ്ഞു മാറി. പിന്നീട് കാറിന്റെ ഡിസ്കിലായി യാത്ര. അതിനിടെ ഇരുചക്ര വാഹന യാത്രക്കാരെ അടക്കം 5 വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. പടക്കം പൊട്ടുന്ന ഒരു സൗണ്ട്. നമ്മൾ വണ്ടിക്കകത്തിരുന്ന മഴയായുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ഉണ്ട് ഇതേപോലൊരു വണ്ടി നല്ല സ്പീഡിൽ, ഒരു ആംബുലൻസ് പോകുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി കത്തിക്കത്തില്ല. അതേപോലെ ഈ മഴ സമയത്തും അങ്ങനെ കേൾക്കുന്നു. നമ്മുടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ സാറുമാര് 2 വണ്ടി പുറകെ വരുന്നുണ്ട്. അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായി ഈ വണ്ടി ഇതേപോലെ ചേസ് ചെയ്ത് വന്നതായിരിക്കാം എന്നുള്ളത്. അപകടം കണ്ട നാട്ടുകാർ പിന്നാലെ പാഞ്ഞെങ്കിലും സാംകുട്ടി വാഹനം നിർത്താൻ തയ്യാറായില്ല. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിന് സമീപം കാറിന് കുറുകെ മറ്റൊരു വാഹനമിട്ട് തടയാൻ ശ്രമിച്ചെങ്കിലും ആ വാഹനത്തെയും ഇടിച്ചു തെറിപ്പിച്ചു. മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ഉണ്ട് കോഴിക്കോട് നിന്ന് ഇവിടെ കിള്ളൂർ ജംഗ്ഷൻ വരെ. അത്രയും ദൂരം ഈ ടയറില്ലാതെ ഒരു വണ്ടി ഓടി വരണമെങ്കിൽ അത് ഏതവസ്ഥയിലായിരിക്കും ആ ഡ്രൈവർ ആ വണ്ടി ഓടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഇയാൾക്ക് പിന്നാലെ പാഞ്ഞു. നെടുവത്തൂരിന് സമീപം വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ സാംകുട്ടിയുടെ കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ ഭിത്തിയിലിടിച്ചു. പിന്നീട് ഗ്ലാസ് തകർത്താണ് ഇയാളെ പുറത്തിറക്കിയത്. മദ്യലഹരിയിലായിരുന്നു സാംകുട്ടിയുടെ സാഹസമെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണനായരുണ്ടൊപ്പം. കണ്ണനായർ, ഗുഡ് മോർണിംഗ്. ഈ കടിക്കുന്ന നായക്ക് തലയെന്തിനാന്ന് ചോദിക്കുന്നതല്ല, ഓടുന്ന വണ്ടിക്ക് ടയർ എന്തിനാ എന്നെണ്ണം വിചാരിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ആ റോഡിലൂടെ യാത്ര ചെയ്ത ആൾക്കാർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. കുറേ ഏറെ വാഹനങ്ങളെ ഈ സാംകുട്ടി ഓടിച്ചിരുന്ന വാഹനങ്ങൾ ഇടിച്ചു. അമിത വേഗത്തിലായിരുന്നു. ഏതാണ്ട് പുനലൂരിൽ നിന്ന് ഈ കൊട്ടാരക്കര വരുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ വലിയ തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെ കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു പാത കൂടിയാണ്. ആ പാതയിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനം നടത്തിയത്. ഇത്തരത്തിൽ മദ്യലഹരിയിൽ ഇത്രത്തോളം കോപ്രായങ്ങളൊക്കെ കാണിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പോലീസുകാർ പോലും ചോദിക്കുന്നത്. പല സ്ഥലത്ത് വെച്ച് ഇയാളുടെ വാഹനം നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒക്കെ തന്നെ ഉണ്ടായി. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ പൊട്ടിയ ടയറുമായി ആ വാഹനവുമായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആദ്യം ഈ കാറിൻ്റെ ടയർ പഞ്ചറാകുന്നു. സാധാരണ ആരെങ്കിലും ടയർ പഞ്ചറായി കഴിഞ്ഞാൽ സമീപത്തേക്ക് നിർത്തി സ്റ്റെപ്പിനി ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി ഇട്ട ശേഷം മാത്രമാണ് യാത്ര തുടരുന്നത്. പക്ഷേ ഈ ടയർ പഞ്ചറായ കാര്യമൊന്നും സാംകുട്ടി അറിഞ്ഞില്ല എന്നാണ് കരുതേണ്ടത്. ആ ടയർ ഈ റോഡിൽ കൂടി കറങ്ങി അരഞ്ഞത് ടയറില്ലാതെയായി. അതിനുശേഷം ടയർ ഘടിപ്പിക്കുന്ന ആ ഡ്രമ്മിലാണ് ആ വണ്ടി ഓടിയത്. അത് ഏതാണ്ട് കുറേയേറെ ദൂരം ഓടിയപ്പോഴേക്കും അവിടെ ആ റോഡിൽ ഉരഞ്ഞ് തീ പടരുന്ന അല്ലെങ്കിൽ തീപ്പൊരി പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പോലും ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനം നടത്തുകയാണ് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. അവസാനം അയാളുടെ വാഹനം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടിച്ചു നിന്നതുകൊണ്ടാണ് കൂടുതൽ വലിയ അപകടത്തിലേക്ക് പോകാതിരുന്നത്. പോലീസ് പിന്നാലെ പാഞ്ഞിട്ട് പോലും വാഹനം നിർത്താൻ തയ്യാറായില്ല. അവസാനം പോലീസ് നാട്ടുകാരും ചേർന്ന് ഇയാൾ ഓടിച്ചിരുന്ന സാംകുട്ടിയുടെ കാറിൽ നിന്നതിൻ്റെ ഗ്ലാസ് തല്ലി തകർത്ത ശേഷമാണ് അയാളെ പുറത്തേക്ക് എടുത്തത്. പിന്നീട് ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോയി. അയാൾക്ക് ചെറിയ പരിക്കുകളൊക്കെ തന്നെ ഉണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു നിയമലംഘനം എങ്ങനെ നടത്താൻ സാധിക്കുന്നു എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ പോലീസിന് ഉള്ളത്. ഇന്നലെ രാവിലെ അയാളെ പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. എന്തായാലും ശരി കണ്ണൻ നായർ.